ശർമ്മജി, ഇത് നമുക്ക് കത്ത് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? കൊല്ലത്തു നിന്നാണ്. വനജ എഴുതുന്നു, താങ്കളുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട്. ഇത് മകൾക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. മകൾ ഉപരിപഠനം കഴിഞ്ഞ് നിൽക്കുന്നു. സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. മകളുടെ ജാതകപ്രകാരം ബിസിനസ് വിജയിക്കുമോ, ഭാവി എന്താകും എന്നിങ്ങനെയാണ് ചോദ്യങ്ങളുള്ളത്. അപ്പോൾ അതിൻ്റെ ഗ്രഹനിലയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുണ്ട്. ശരി ശരി ശരി. ഡേറ്റ് ഓഫ് ബർത്തും സമയമൊക്കെ തന്നിട്ടുണ്ട്. മകളുടെ ജാതകപ്രകാരം 27-നും 30-നും മധ്യയായിട്ട് ജീവിത പുരോഗതി ദൃശ്യമാകുന്ന ഒരു ജാതകമാണ്. അതിനെ ആദ്യഖണ്ഡം എന്ന് പറയും. ആദ്യഖണ്ഡം, മധ്യഖണ്ഡം, അന്ത്യഖണ്ഡം. അതായത് ഒരു ലൈഫിനെ, ഒരായുർഭാവത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 27-നും 30-നും മധ്യേ ഒരു കാലഘട്ടവും 37 മുതൽ 57 വരെയുള്ള വേറൊരു കാലഘട്ടം, 57 മുതൽ മരണപര്യന്തം വരെയുള്ള കാലഘട്ടം. ചില ആളുകൾ 27-നും 30-നും മധ്യേ തന്നെ അവരുടെ പഠിത്തവും ഉപരിപഠനവും ഉദ്യോഗവും കല്യാണവും വസ്തുവും വീടും വാഹനവും ജീവിതകാലത്തേക്കുള്ള സമ്പാദ്യങ്ങളെല്ലാം സ്വരൂപിക്കുകയും അടുത്ത സന്താന ജന്മങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആദ്യഖണ്ഡം എന്ന് പറയും. ഒന്നിനും അധികം ബുദ്ധിമുട്ടേണ്ടി വരുന്നതല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്പം ഒരു വേനലം കൊണ്ട് മൂത്തു, കിണറുകളിലും ജലാശയങ്ങളിലൊക്കെ ജലക്ഷാമമായി തീർത്ത് ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങുന്നു കാണുമ്പോഴേ മഴ തുടങ്ങി. അപ്പം ബുദ്ധിമുട്ടില്ല. അപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെള്ളം മേടിക്കേണ്ടി വരുമോ, വെള്ളം വില കൊടുത്ത് മേടിക്കേണ്ടി വരുമോ എന്നൊക്കെ ആശങ്ക വന്നപ്പോഴാണ് കാറ്റും കോളും മഴയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ആശ്വാസമാണ്. ചിലർക്കത് 37-40-നും മധ്യയായിരിക്കും, അത് 47-നും മധ്യയായിരിക്കും. അത് മധ്യഖണ്ഡം എന്ന് പറയും. ആ സമയത്താണ് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്നത് ദൈവം. അപ്പോൾ ദശാകാലം നല്ലതാവും, വർഷഫലവും വിഷുഫലവും പുതുവർഷഫലവും എല്ലാം ഒത്തിരിക്കും. ഈ കാലഘട്ടം എല്ലാവരും അതിന് സമ്മേളിക്കും. അതിന് വേണ്ട ധനങ്ങളും ജനസപ്പോർട്ടുകളും എല്ലാം ഉണ്ടാവും. ചിലർക്ക് അന്ത്യകാലഘട്ടത്തിലായിരിക്കും ഈ വക കാര്യങ്ങളെല്ലാം, ചിലപ്പോൾ കുടുംബ പ്രാരാബ്ദങ്ങളെല്ലാം തലയിൽ വെച്ച് കൊടുക്കും. അങ്ങനെയുള്ളവർക്ക് കഷ്ടപ്പെട്ട് അവസാനം 40-47 വയസ്സിന് ശേഷമാണ് അവർക്ക് ജീവിതം എന്താണ്, ഒരു സ്വതന്ത്ര ജീവിതം, അല്ലെങ്കിൽ ഒരു കല്യാണം, ഒരു വീട്, വസ്തു, ഒരു വണ്ടി, സ്വസ്ഥ ജീവിതം, സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ആഹാര, നിഹാര, നിദ്ര, മൈഥുനാദികൾ, വസ്ത്രം, പാർപ്പിടം മുതലായ സൗകര്യങ്ങൾ, അഭീഷ്ടസിദ്ധി മുതലായതൊക്കെ ഏറെക്കുറെ മധ്യകാലഘട്ടം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന അന്ത്യഖണ്ഡമാണ്. ഇത് ആദ്യഖണ്ഡമായതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ എപ്പം എന്തെല്ലാം വേണം അത് വരും. ഇപ്പം കത്തയക്കേണ്ട കാര്യങ്ങൾ പോലുമില്ല. കാരണം ഉടൻ തന്നെ ഭാഗ്യങ്ങളെല്ലാം കിട്ടും. എന്ന് പറഞ്ഞാൽ ഭാഗ്യങ്ങൾക്കും ഒരു ഗ്രേഡുണ്ട്. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ്. 1-ാം കടയിൽ നിൽക്കുന്ന ഭാഗ്യങ്ങൾ, 2-ാം കട, 3-ാം കട, 4-ാം കട. അതായത് സകല ഗ്രഹങ്ങളും ഈ കുട്ടിയുടെ 20 ഡിഗ്രി, 21 ഡിഗ്രി, 22 ഡിഗ്രി, അതായത് രശ്മിബലം, 20 രശ്മിബലം, 21 രശ്മിബലം, 22 രശ്മിബലം, ഒട്ടുമക്കാലും യോഗനിലകൾ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളും ഈ വക ഡിഗ്രികളിലുള്ള യോഗങ്ങളെ കിട്ടത്തുള്ളൂ. ഒരു ധർമ്മക്കാരന് ശുക്രദശ വന്നാൽ എന്തായിരിക്കും? കുറച്ച് ഭേദപ്പെട്ട ഏതെങ്കിലും ഒരു പാൻറ്റും കോട്ടും, അല്ലെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ നല്ലൊരു ഏതെങ്കിലും കൊച്ചമ്മമാർ കൊടുത്തൊരു സാരി, അല്ലെ അതുപോലെയൊക്കെ ഉള്ള, അല്ലെ കുടിൽ മേയാനുള്ള ഭാഗ്യം, അതുള്ള ശുക്രൻ അവിടെ കൊണ്ട് തീർന്നു. ഒരല്പം കൂടെ ഭേദപ്പെട്ടവരാണെങ്കിലോ അതിനനുസരിച്ചുള്ള ദശാകാലങ്ങൾ കിട്ടും. അതല്ല ജന്മന ഒരു കോടീശ്വരനാണെങ്കിലോ കോടീശ്വരപുത്രിയാണെങ്കിലോ അവർക്ക് രാജ്യം തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. എന്ന് പറഞ്ഞ പോലെ കാലദേശഭേദ കുലം വർഗവർണ്ണ ഗോത്രം അനുസരിച്ചും വരും. ഗ്രേഡുകൾ വ്യത്യാസപ്പെടുത്തി. നമുക്കിത് 4-ാം ഗ്രേഡിലാണ് നമുക്ക് പറയുന്നത്. അപ്പം 1-ാം സ്ഥാനങ്ങളോ എ ഗ്രേഡുകളോ, അതായത് 1-ാം നമ്പർ ഭാഗ്യത്തിലോ വരത്തില്ല. 2, 3, 4-മത് ഒരു കലാകാരിയോ ഒരു കലാകാരനോ ആണെങ്കിൽ 4-ാം ഗ്രേഡിലുള്ള
നടിയോ നടനോ ഒക്കെ ആയിട്ട് തീരും. ഒരു ബിസിനസ് ആണെങ്കിൽ 4ാം ഗ്രേഡ് വരും. അതുപോലെ തന്നെ ജോലിയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് 4 ഡിഗ്രിയിലേക്ക് വരും. ക്ലാസ് 1 കിട്ടുകയില്ല, കാരണം അതിനുള്ള പഠിത്തമില്ല. പഠിത്തം ഉണ്ടെങ്കിൽ തന്നെ ഒരു +2 വരെയൊക്കെ ഉള്ളൂ. കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായോ? ഡിഗ്രികൾ വേറെ ഒത്തിരി കിടക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യം, സൗന്ദര്യം, പ്രതാപം, സമ്പാദ്യം, കല്യാണം, വസ്തു, വീടൊക്കെ പണിയാണെങ്കിലും വലിയ ബംഗ്ലാവൊന്നും ഇല്ല. ഒരു 2 മുറി അടുക്കള, സ്റ്റോറും അതോട് കൂടി സാമാന്യം ഒരു 10-40 കൊല്ലം നിലനിൽക്കത്തക്ക രീതിയിൽ ഒരു വാക്ക കെട്ടിടം, ഒരു 3 സെൻറ്റ് സ്ഥലം, ഇതൊക്കെ ആകുമ്പോൾ ആ യോഗങ്ങൾ തീർന്നു. ഇന്നത്തെ കാലത്ത് ഒരു മാരുതി കാറ്, ഒരു സാമാന്യം സുന്ദരി അല്ലെ സുന്ദരൻ, അതിന് ഒരു 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ അതുപോലുള്ള ചിട്ടി, ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകാം. അപ്പോൾ സാമാന്യേന ഒരു തരക്കേടില്ലാത്ത ഒരു 4ാം ഗ്രേഡ് കച്ചവടം, അതിനനുസരിച്ചൊക്കെയുള്ള ഭാഗ്യങ്ങൾ, കല്യാണം, ഇതെല്ലാം 27-നും 30-നും മധ്യേ ഇവളുടെ ഭാഗ്യകാലം തുടങ്ങിയിടും. വിദ്യയ്ക്ക് ഉദ്യോഗവും വിത്തവും കച്ചവടാദികളും കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഒരു തുണിക്കടയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ, ലേഡീസ് ഐറ്റംസോ ഒക്കെ ചെയ്യാൻ സാധിക്കും. അതിന് ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളില്ല. പൊതുവേ നവഗ്രഹങ്ങളെ എപ്പോഴും ഒന്ന് സന്തോഷിപ്പിക്കുക. കാരണം 20, 21, 22 രശ്മിബലമാണ്. കുറേ കൂടെ ജന്മനാ കുറച്ചൊരു വലിയ ആരോഗ്യമൊക്കെ കുറഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് ടോണിക്ക് എന്തെങ്കിലുമൊക്കെ ഡോക്ടറെ കണ്ട് കുറേ കൂടെ ദേഹപുഷ്ടിക്കുള്ളത് കൊടുക്കും. മുട്ടയും പാലും കഴിക്കാൻ പറയും. ജിംനേഷ്യത്തിലൊന്ന് പോകാൻ പറയും. രാവിലെ ഒരു 3 കിലോമീറ്റർ 4 മണിക്കൂർ ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യുക. അതുപോലെ വല്ലപ്പോഴുമൊക്കെ ഒരു ആട്ടും കറിലുമൊക്കെ കഴിക്കുക. ഇപ്പോൾ അതുപോലെ കർക്കിടക മാസക്കാലത്ത് ചവിട്ടിത്തിരുമുക കാര്യങ്ങൾ. ലേഡീസിനാണെന്നുണ്ടെങ്കിൽ യോഗ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മേക്കപ്പൊക്കെ ചെയ്യുക. ഇന്നത്തെ കാലത്തിന് പറ്റിയതാണ്. അങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ കുറേ കൂടെയൊക്കെ ദേഹപുഷ്ടിയും സൗന്ദര്യവും 1ാം ഗ്രേഡിലേക്ക് കഴിവതും ഈ 4ാം ഗ്രേഡിൽ നിന്ന് 3ാം ഗ്രേഡിലേക്കൊക്കെ വരാൻ സാധിക്കും. 1ാം ഗ്രേഡിൽ വരത്തില്ല. അത് ജന്മനാ പിറവിയോടെ ലഭിക്കുന്ന ഭാഗ്യങ്ങളായിരിക്കണം. അതിൽ നിന്ന് കുറേയൊക്കെ എക്സ്പാൻഷൻ ചെയ്യാൻ സാധിക്കും. സഹോദരിക്ക്, മകൾക്ക് എന്തായിരുന്നാലും കച്ചവടം ഉണ്ടാവും, നല്ല കല്യാണം, വീട്, കാര്യങ്ങളെല്ലാം യഥാസമയത്ത് എല്ലാം 4ാം ഗ്രേഡിലുണ്ടാവും. ഗ്രേഡ് വർദ്ധിക്കുന്നതിന്, അല്പം കൂടെ പോഷിപ്പിക്കുന്നതിന് നവഗ്രഹപ്രീതി, നവഗ്രഹ പൂജ, നവഗ്രഹ ഹോമം, നവരത്നധാരണം, നവഗ്രഹ പുഷ്പാർച്ചനകൾ, ഇവയെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാം. കൂടുതൽ കാര്യങ്ങൾക്ക് കൂടുതൽ കത്തയക്കുകയോ ഇമെയിൽ അയക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുക. നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.